നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ട്രിൻസ് എന്ന പേപ്പറിലെ 4ാമത്തെ ബ്ലോക്കിലെ 1ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള എസെൻഷ്യൽ ഐഡിയാസ് ഓഫ് മാർജിനലിസ്റ്റ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ ആണ്. അപ്പം ആദ്യം നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് എക്കണോമിക്സ് എന്ന് നോക്കാം അല്ലെ. സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യന്മാര് അവരുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൃപ്തി നേടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം അഥവാ എക്കണോമിക്സ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ മനുഷ്യന്മാര് എത്ര ദിവസം നമ്മൾ എന്തൊക്കെ ചിലവഴിക്കണം അല്ലെ, അല്ലെങ്കിൽ എത്ര രൂപ ചിലവഴിക്കണം, എന്ത് സാധനമാണ് നമ്മൾ മേടിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ചെലവുകൾ വരേണ്ടത്, അതുപോലെ എത്രമാത്രം വിഭവങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ് അല്ലെ. സോ ഈ ഒരു തീരുമാനങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് എക്കണോമിസ്റ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ആ ഒരു എക്കണോമിസ്റ്റേഴ്സ് അവര് ഈ ഒരു പഠനത്തിലും കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ട്. ഫസ്റ്റ് വൺ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ്. എന്താണ് യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാര് ഒരു സാധനം അല്ലെങ്കിൽ ഒരു വസ്തു ഉപയോഗിക്കും തോറും അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആനന്ദം അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫിക്കേഷൻ ഉണ്ടാവും അല്ലെ, അതായത് ഒരു തൃപ്തി. അപ്പൊ ആ ഒരു തൃപ്തിയെ കുറിച്ച് പഠിക്കുന്നതാണ് നമ്മുടെ യൂട്ടിലിറ്റി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് നമുക്ക് ആദ്യത്തെ ഒരു കീവേഡ് കേട്ടോ. എന്താണ് യൂട്ടിലിറ്റി? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്നൊക്കെ ഉണ്ട്. സോ ഈ ഒരു ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. അതുപോലെ മാർജിനൽ സ്കൂളിന്റെ പ്രധാനമായിട്ടുള്ള ആശയങ്ങള്, ദെൻ അതിൽ വന്നിട്ടുള്ള കുറച്ച് എക്കണോമിസ്റ്റേഴ്സിന്റെ പേര്, അവരുടെ കോൺട്രിബ്യൂഷന്, ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. സോ നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. അതിൽ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് മാർജിനൽ സ്കൂള്, അതായത് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തന്നെ മാർജിനൽ സ്കൂളിനെ കുറിച്ച് പഠിക്കുകയാണ്. സോ ഈ ഒരു മാർജിനൽ സ്കൂള് സാമ്പത്തിക ചിന്തയുടെ, അതായത് നമ്മുടെ എക്കണോമിക് ഐഡിയക്ക് ഒരു പുതിയ ഒരു ഘട്ടമാണ് എന്തെന്ന് പറയുന്നത് മാർജിനൽ സ്കൂൾ എന്ന് പറയുന്നത്. ഓക്കെ, മാർജിനൽ സ്കൂൾ റെപ്രസെന്റ് എ ന്യൂ ഫേസ് ഇൻ എക്കണോമിക് തോട്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയുന്നത് ഈ ഒരു എക്കണോമിക് തോട്ടില് മാർജിനൽ സ്കൂള് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ന്യൂ ഫേസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ആ ഒരു ന്യൂ ഫേസിനെ അറിയപ്പെടുന്ന മറ്റൊരു വാക്കുണ്ട്. എന്താണ്? മാർജിനൽ റെവല്യൂഷൻ. എന്താണ് മാർജിനൽ റെവല്യൂഷൻ? അപ്പൊ മാർജിനൽ സ്കൂള് സാമ്പത്തിക ചിന്തയുടെ ഒരു പുതിയ ഘട്ടമാണ് ഈ ഒരു മാർജിനൽ സ്കൂൾ എന്ന് പറയുന്നത്. അതിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? മാർജിനൽ റെവല്യൂഷൻ. മാർജിനൽ റെവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു മാർജിനൽ റെവല്യൂഷനെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? റിജക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലാസിക്കൽ എക്കണോമിക് ഐഡിയാസിനെ അല്ലെ. ഇതിന് തൊട്ട് മുന്നേ ഉള്ള ടീമാണ് ക്ലാസിക്കൽ ഐഡിയാസ്. സോ അവരുടെ ചിന്തയെ അല്ലെങ്കിൽ അവരുടെ ഐഡിയാസിനെ റിജക്ട് ചെയ്തുകൊണ്ടാണ് മാർജിനൽ റെവല്യൂഷൻ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഇവര് ക്ലാസിക്കൽ തിയറിയിൽ മൂല്യത്തെ ഉൽപാദന ചെലവിൽ ആധാരപ്പെട്ടു, അതായത് ക്ലാസിക്കൽ തിയറിയിലെ വാല്യൂ എന്നത് എന്താണ്? വാസ് ബേസ്ഡ് ഓൺ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെ. പ്രൊഡക്ഷന്റെ ചെലവില്, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ ബേസ് എന്ന് പറയുന്നത് ഒരു സാധനത്തിന്റെ ചെലവ് എന്ന്, ആ ഒരു വസ്തു ഉണ്ടാക്കാനുള്ള ചെലവ് എന്തിന്റെ അടിസ്ഥാനമാണ്? ആ ഒരു വസ്തുവിന്റെ വാല്യൂക്ക് അടിസ്ഥാനമാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ വാല്യൂ ഇപ്പൊ ഒരു സാധനത്തിന്റെ, ഇപ്പൊ നമുക്കറിയാം വജ്രം, സ്വർണം എന്നതിന് ഭയങ്കര വാല്യൂ ഉണ്ട് അല്ലെ. കാരണം എന്താന്ന് വെച്ചാൽ അതിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ ഖനികള് മൈൻസിൽ നിന്നൊക്കെ പോയി ഒരുപാട് താഴേക്കൊക്കെ മണ്ണ് കുഴിച്ചെടുത്തിട്ട് ഒരുപാട് പ്രോസസ്സിംഗ് ഒക്കെ നടത്തിയിട്ട് മണ്ണിൽ നിന്ന് ഒരുപാട് പ്രോസസ്സിംഗ് നടത്തിയതിന് ഫലമായിട്ടാണ് നമുക്ക് സ്വർണത്തിന്റെ ഒക്കെ അയിരുകൾ കിട്ടുന്നത്. ദെൻ ലാസ്റ്റ് ഒരുപാട് പ്രോസസ്സ് നടത്തിയിട്ടാണ് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ആഭരണമായിട്ടും കോയിൻസ് ആയിട്ടും ഗോൾഡിന്റെ ബിസ്ക്കറ്റ് ഒക്കെ ആയിട്ട് അത് മാറുന്നത്. സോ അതിന് എടുക്കുന്ന ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ആഭരണമായി മാറാൻ എടുക്കുന്ന ഒരു കോസ്റ്റ് ഉണ്ടാവും അല്ലെ, ഒരു ചെലവ്. അതിന്റെ അടിസ്ഥാനമാണ് ഒരു സാധനത്തിന്റെ വാല്യൂ.
ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞതുപോലെ സ്വർണം, വജ്രം എന്ന് പറയുന്നതൊക്കെ നമുക്ക് ഈസി അവൈലബിൾ അല്ല. അത് കിട്ടാൻ ഒരുപാട് കോസ്റ്റ്, ഒരുപാട് പൈസ ചെലവാക്കണം അല്ലെ. ആ പൈസ ചെലവ് ആണ് എന്തിന്റെ, ആ വസ്തുവിന്റെ വാല്യൂ കണക്കാക്കുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് വാല്യൂന്റെ ബേസ് എന്നാണ് ആര് പറയുന്നത്, ക്ലാസിക്കൽ തിയറിയിൽ പറയുന്നത്. എന്നാൽ മാർജിൻ സ്കൂളുകാർ പറയുന്നത്, ഈ ഒരു മാർജിൻ സ്കൂൾ പറയുന്നത് നമ്മുടെ അവർ ബിലീവ് ചെയ്യുന്നത് വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ സാറ്റിസ്ഫിക്കേഷനിലാണ്. ഒരു സാധനത്തിന്റെ വാല്യൂ എന്നത് വ്യക്തികളുടെ സാറ്റിസ്ഫിക്കേഷൻ, വ്യക്തികളുടെ തൃപ്തിയിലാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇപ്പൊ ഞാൻ എന്താണ്, എനിക്കിപ്പോ ഗോൾഡിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, എനിക്ക് ഗോൾഡ് ഭയങ്കര താല്പര്യമാണ്. സോ അതുകൊണ്ട് ആ ഒരു വസ്തുവിന് വാല്യൂ കൂടും. അപ്പൊ ആളുകളുടെ താല്പര്യത്തിനനുസരിച്ചാണ് സാധനത്തിന്റെ വാല്യൂ എന്നതാണ് ആര് പറയുന്നത്, നമ്മുടെ മാർജിൻ സ്കൂൾ പറയുന്നത്. ആ ഒരു ഐഡിയ നിങ്ങൾ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടേം ആണ്. എന്താണ് ആ ടേം? യൂട്ടിലിറ്റി. എന്താണ് യൂട്ടിലിറ്റി? ദിസ് സാറ്റിസ്ഫിക്കേഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തൃപ്തിപ്പെടുക എന്ന് പറയുമല്ലോ. അപ്പൊ ഓരോ വ്യക്തികൾക്കും തൃപ്തിപ്പെട്ട സാധനങ്ങൾ ഉണ്ടാവും. ആ ഒരു തൃപ്തിയെ, ആ ഒരു സാറ്റിസ്ഫിക്കേഷനെയാണ് യൂട്ടിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ സാറ്റിസ്ഫിക്കേഷൻ. ദിസ് സാറ്റിസ്ഫിക്കേഷൻ ഈസ് കോൾഡ് യൂട്ടിലിറ്റി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഒരു യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേമും കൂടെ ഉണ്ട്. എന്താണ്? ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഇനി എന്താണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് നമ്മൾ ഒരു സാധനം കൂടുതൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഓരോ യൂണിറ്റിന്റെയും തൃപ്തിന്റെയും കുറയുന്നു. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് നല്ല വിശന്ന് നിൽക്കുകയാണ്, ഭയങ്കര വിശപ്പുണ്ട്. ആ ഒരു സമയത്ത് നമുക്കൊരു ചിക്കൻ ബിരിയാണി കിട്ടുകയാണ്. സോ ആ ചിക്കൻ ബിരിയാണി കിട്ടുമ്പോൾ അത് ഞാൻ കഴിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫിക്കേഷൻ ഉണ്ട്. ആ ഒരു സാറ്റിസ്ഫിക്കേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വീണ്ടും വിശക്കുന്നു, അതായത് എനിക്ക് വയറ് നിറഞ്ഞിട്ടില്ല. സോ ഞാൻ വീണ്ടും ചിക്കൻ ബിരിയാണി എടുത്ത് കഴിക്കുകയാണ്. സോ രണ്ടാമത് ഞാൻ കഴിക്കുന്നു. അപ്പൊ ആദ്യം കഴിച്ചതിന്റെ നിന്നും കിട്ടിയ സംതൃപ്തി ആവില്ല രണ്ടാമത് നമ്മൾ ഭക്ഷണം ഇട്ട് കഴിക്കുമ്പോൾ നമുക്ക് സംതൃപ്തിയെ കുറിച്ച് കുറഞ്ഞുണ്ടാവും. ദെൻ വീണ്ടും ഞാൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ചിക്കൻ ബിരിയാണി എടുക്കുന്നു, കഴിക്കുന്നു. സോ ആദ്യം ഞാൻ ചിക്കൻ ബിരിയാണി കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയ സംതൃപ്തി ആവില്ല മൂന്നാമത് ഞാൻ ആ ഭക്ഷണം വീണ്ടും എടുത്ത് കഴിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്. അതാണ് പറയുന്നത്. അതായത് ഓരോ യൂണിറ്റിലും അതിന്റെ അളവ് കുറഞ്ഞു വരുന്നു. അതിനെയാണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഓരോ യൂണിറ്റിന്റെയും എന്ത് ചെയ്യുന്നു? തൃപ്തി കുറയുന്നു. As consumption increases, the satisfaction from each additional unit decreases. Okay, അപ്പൊ ഇതാണ് ഡിമിനിഷ് എന്ന് പറയുമ്പോൾ എന്താ? ഇങ്ങനെ കുറഞ്ഞു വരിക അല്ലെ. മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്യുക, അതാണ് സാറ്റിസ്ഫിക്കേഷൻ കുറയുന്ന ഈ ഒരു അവസ്ഥ. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്, ഈ ഒരു മാർജിനലിസ്റ്റ് ആശയം നമ്മുടെ 19ാം നൂറ്റാണ്ടിലാണ് ഇത് എന്താവുന്നത്, പോപ്പുലർ ആവുന്നത്. മാത്രമല്ല ആ ഒരു കാലഘട്ടത്തെ ഈ ഒരു നമ്മുടെ മാർജിനലിസ്റ്റ് ആശയത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്നത് ജവോൺസി, മെങ്കർ, അതേപോലെ വാൾറസ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചിന്തകന്മാരാണ്. ഓക്കെ, കീ തിങ്കേഴ്സ് വർ ജവോൺസ്, മെങ്കർ ആൻഡ് വാൾറസ്. ഓക്കെ, ഇവര് പറയുന്ന ഒരു പേരുണ്ട്. ഇവര് 3 ആളുകളാണ് അല്ലെ. ഇവര് പറയുന്ന പേര് മാർജിനിസ്റ്റ് ട്രയോ എന്നാണ്. മാർജിനിസ്റ്റ് ട്രയോ. ഇവര് മാർജിനിസ്റ്റ് വക്താക്കളാണ്. സോ മാർജിനിസ്റ്റ് എന്ന് ഓർത്ത് വെക്കുക. ട്രയോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ 3 എന്ന രീതിയിൽ പറയുന്ന വാക്കാണ് ട്രയോ അല്ലെ. സോ ട്രയാങ്കിൾ എന്നൊക്കെ ഓർക്കുമ്പോൾ 3 വർഷം അല്ലേ നമുക്കറിയുന്നത്. സോ അതൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യുക. മാർജിനലിസ്റ്റ് ട്രയോ എന്ന് പറഞ്ഞാൽ 3 വ്യക്തികളാണ് വരുന്നത്. ആരൊക്കെയായിരുന്നു? ജവോൺസി, മെങ്കർ, ദെൻ വാൾറസ്. ഓക്കെ, അപ്പൊ ഈ 3 ആളുകളെ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ഓർത്ത് വെക്കണം. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഗോസൻ മാർജിനലിസ്റ്റ് ചിന്തയുടെ പ്രാരംഭ ആശയങ്ങൾ മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ഗൂസൻ. അപ്പൊ ഗൂസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹമാണ് ദ പ്രിലിമിനറി ഐഡിയാസ് ഓഫ് മാർജിനലിസ്റ്റ് സ്കൂൾ. അതായത് ഈ ഒരു മാർജിനലിസ്റ്റ് സ്കൂളിന് ആദ്യമായിട്ടൊരു പ്രിലിമിനറി ഐഡിയ മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ഗൂസൻ. ഓക്കെ,
the marginal revolution occurred in 3 main stages. നമുക്ക് പറയാനുള്ള നമ്മുടെ ഈ ഒരു മാർജിനൽ റവല്യൂഷൻ അല്ലെ, ഇതിനെ 3 ഘട്ടങ്ങളിലായിട്ട് നമുക്ക് വിഭജിക്കാം. അതിലെ ആദ്യത്തെ ഘട്ടം, ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് 1871 മുതൽ 1874 വരെയുള്ള കാലഘട്ടമാണ്. ഓക്കെ, അതിൽ ഓസ്ട്രിയൻ സ്കൂളിൽ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന ആശയം അവരെന്ത് ചെയ്യാണ്, വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഓസ്ട്രിയൻ സ്കൂളിൽ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന ആശയം വികസിപ്പിച്ചു, അവർ ഡെവലപ്പ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് 1890 മുതൽ 94 വരെ ഒരു 4 വർഷം അല്ലെ, ആ ഒരു കാലഘട്ടത്തിൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ അവര് അവതരിപ്പിച്ചു. ദെൻ 1934 മുതൽ 1947 അല്ലെ, ആ ഒരു കാലഘട്ടത്താണ് ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന ആശയവും വെൽഫെയർ തിയറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആശയം വളർന്നു വന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു 3 ഘട്ടം ഒന്ന് ഓർക്കുക. മാർജിനൽ റവല്യൂഷന്റെ 3 സ്റ്റേജസ് ആണ്. ഫസ്റ്റ് സ്റ്റേജിൽ പറയുന്നത് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന ആശയം വികസിപ്പിച്ചു ആര്, ഓസ്ട്രിയൻ സ്കൂള്. ദെൻ സെക്കൻഡ് വൺ പറഞ്ഞിട്ടുള്ളത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ഡിസ്ട്രിബ്യൂഷൻ അവതരിപ്പിച്ചു. ദെൻ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഓർഡിനൽ യൂട്ടിലിറ്റി ആൻഡ് വെൽഫെയർ തിയറി വർ ഡെവലപ്ഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു 3 സ്റ്റേജ് നിങ്ങൾ പഠിച്ചു വെക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഹിഗ്സ്, സാമുവൽസൺ, അതേപോലെ ഹോട്ട്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ആളുകൾ. അപ്പൊ ഇവരാണ് ഈ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മാർജിനൽ സ്കൂള് മൂല്യത്തെയും വിലയെയും വ്യക്തിയുടെ ആവശ്യകതകളിൽ അതായത് മാർജിനിസ്റ്റ് സ്കൂള് അല്ലെ, അവര് ബേസ് ചെയ്യുന്നത് ആ ഒരു സ്കൂള് ആ ഒരു തിയറി, ആ ഒരു ചിന്താഗതിയുള്ള ആളുകളും അവരുടെ ബേസസ് പറയുന്നത് വാല്യൂ അതുപോലെ പ്രൈസ് അല്ലെ, മൂല്യവും വിലയും, ഇത് രണ്ടുമാണ് എന്ത് ഓൺ ഇൻഡിവിജ്വൽ നീഡ്സ് ആൻഡ് സാറ്റിസ്ഫിക്കേഷൻ. ഓക്കെ, അപ്പം ഇത് രണ്ടുമാണ് ആളുകളുടെ നീഡ്സും സാറ്റിസ്ഫിക്കേഷനും ആധാരപ്പെടുത്തുന്നത്. എന്താണ്, സാധനങ്ങളുടെ എന്തിന്റെ ബേസിലാണ്, വാല്യൂവിന്റെയും പ്രൈസിന്റെയും അടിസ്ഥാനത്തിലാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ദിസ് ഫോംസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് വാല്യൂ. ഇതാണ് നിയോ ക്ലാസിക്കൽ മൂല്യ സിദ്ധാന്തത്തിന്റെ അടിത്തറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മാർജിനലിസ്റ്റ് സ്കൂൾ ബേസ് ചെയ്യുന്നത് എന്താണ്, വാല്യൂ ആൻഡ് പ്രൈസ് ഓൺ ഇൻഡിവിജ്വൽസ് നീഡ്സ് ആൻഡ് സാറ്റിസ്ഫിക്കേഷൻ, വ്യക്തികളുടെ ആവശ്യങ്ങളുടെ മേലും അതേപോലെ വ്യക്തികളുടെ സാറ്റിസ്ഫിക്കേഷന്റെ മേലുള്ള വാല്യൂ അതുപോലെ അതിന്റെ പ്രൈസ്, ഇത് രണ്ടുമാണ് മാർജിനലിസ്റ്റ് സ്കൂളുകാർ ബേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് വാല്യൂവിന്റെ ഫൗണ്ടേഷൻ. അതും ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാർജിനലിസ്റ്റ് സ്കൂള് ന്യൂ ഫേസ് ഓഫ് എക്കണോമിക് തോട്ട് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഒരു ന്യൂ എക്കണോമിക് തോട്ട് ആണ് അല്ലെ. നെക്സ്റ്റ് പറഞ്ഞത് മാർജിനൽ റവല്യൂഷൻ എന്നതും ഈ ഒരു മാർജിനലിസ്റ്റ് സ്കൂളിന്റെ മറ്റൊരു പേരാണ്. ദെൻ ഇവര് റിജക്ട് ചെയ്യുന്നത് ക്ലാസിക്കൽ ഐഡിയാസ് അല്ലെ, ക്ലാസിക്കൽ ഐഡിയാസിനെ റിജക്ട് പാടെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കുന്നുണ്ട്, റിജക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇനി പറയാനുള്ള ഒരു പോയിന്റ് ആണ് മാർജിനലിസ്റ്റ് ആശയം അല്ലെ. മാർജിനലിസ്റ്റ് ഐഡിയ എന്നത് സബ്ജക്റ്റീവ് വാല്യൂവിലും മാർജിനൽ യൂട്ടിലിറ്റിയിലും ബേസ് ചെയ്തിട്ടുള്ളതാണ്. മാത്രമല്ല ഗൂസൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്തായിരുന്നു, ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി അതേപോലെ ഇക്വിറ്റ് മാർജിനൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു 2 തിയറി, ഈ ഒരു 2 ഐഡിയ കൊണ്ടുവന്നിട്ടുള്ളത് ഗൂസൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കാൾ മെങ്കർ ഫോക്കസ്ഡ് ഓൺ സബ്ജക്റ്റീവ് വാല്യൂ ആൻഡ് ഹ്യൂമൻ നീഡ്സ്. കാൾ മെങ്കർ ഫോക്കസ് ചെയ്യുന്നത് സബ്ജക്റ്റീവ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐഡിയയിലും അതുപോലെ ഹ്യൂമൻ നീഡ്സിലെ മനുഷ്യന്മാരുടെ ആവശ്യകത അല്ലെങ്കിൽ അവരുടെ നീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ 2 കാര്യത്തിലാണ് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് മെൻഗർ അദ്ദേഹം പറയുന്നുണ്ട് യൂട്ടിലിറ്റി എന്നത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു മെഷർ ചെയ്യാൻ പറ്റില്ല ഇല്ലേ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് നമ്മൾ നല്ല വിശന്ന് നിൽക്കുകയാണ്, ആ ഒരു സമയത്ത് നമുക്കൊരു ഫുഡ്, ഒരു ചിക്കൻ ബിരിയാണിയോ എന്തെങ്കിലും ഒരു ഫുഡ് കിട്ടുന്നു, നമ്മൾ അത് കഴിക്കുന്നു. അത് ആദ്യം നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു യൂട്ടിലിറ്റി ഉണ്ട്, അതായത് നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി. ആ ഒരു സംതൃപ്തി അല്ല
നമുക്ക് നെക്സ്റ്റ് കിട്ടുന്നത്. അതല്ല മൂന്നാമത് നമ്മൾ അതേ ഭക്ഷണം തന്നെ എടുത്ത് കഴിക്കുമ്പോൾ കിട്ടുന്നത്. ഈ ഒരു സംതൃപ്തി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുമോ? എനിക്ക് ഈ ആദ്യം വിശന്ന സമയത്ത് കിട്ടിയ ഫുഡ് കിട്ടിയ സമയത്ത് എനിക്ക് ഇത്രയാണ് സംതൃപ്തി കിട്ടിയതെന്ന് പറഞ്ഞാൽ ഒരു മെഷർ ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ് ഈ ഒരു ഇവിടുത്തെ പോയിന്റും. ഓക്കെ, അപ്പം ഇവിടെ പറയുന്നത് മെൻഗർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ ഒരു പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, then Austrian school emphasized time, uncertainty and spontaneous order. ഇതൊക്കെ ഒരു ടേമുകളാണ്. ഈ ഒരു ടേമുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ജിവോൺസ് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് ടു മേക്ക് എക്കണോമിക്സ് ആൻഡ് മാത്തമാറ്റിക്കൽ സയൻസ്. ഓക്കെ, അപ്പൊ അദ്ദേഹം ആവശ്യപ്പെടുന്നതും ഒരു മാത്തമാറ്റിക്കൽ സയൻസ് എന്ന രീതിയിൽ എക്കണോമിക്സിനെ മാറ്റണം എന്നുള്ള രീതിയിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യം യൂട്ടിലിറ്റി, അതേപോലെ ഡിസ് യൂട്ടിലിറ്റി പ്രിൻസിപ്പിൾ അദ്ദേഹത്തിന്റെ ഒരു തിയറി അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല ലേബർ കണ്ടിന്യൂസ് ടിൽ പെയിൻ അത് ഓർ പ്ലഷർ അല്ലെ, അത് ജെവൻസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലോ ആണ്. ലേബേഴ്സ് അവര് കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട് ഒരു പെയിൻ വരെ അല്ലെങ്കിൽ പ്ലഷർ ചെയ്യുന്നത് വരെ അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം. അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ലേബർ ഈസ് നോട്ട് ദ കോസ് ഓഫ് വാല്യൂ. ഓക്കെ, ആരാ പറഞ്ഞത്? ജവോൺസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ലേബർ എന്ന് പറയുന്നത് എന്തല്ല, ഒരു കോസ് ഓഫ് വാല്യൂന്റെ കാരണമല്ല എന്തെന്ന് പറയുന്നത്, നമ്മുടെ ലേബർ എന്നത് തൊഴിൽ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് വാൾറസ് പറയുന്നുണ്ട് പ്യുവർ എക്കണോമിക്സ് എന്നൊരു ഐഡിയ കൊണ്ടുവന്നത് വാൾറസ് ആണ്. ഓക്കെ, ദെൻ അദ്ദേഹത്തിന്റെ തന്നെ പറയുന്നുണ്ട് പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ ഫ്രീ കോമ്പറ്റീഷൻ അല്ലെ, സ്വതന്ത്ര വ്യാപാരത്തില് എന്താണ് വില നിർണയിക്കപ്പെടുന്നു എന്നത് പറയുന്ന ഒരു ആശയം. അതുപോലെ അദ്ദേഹത്തിൻ്റെതാണ് നമ്മുടെ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ. ഓക്കെ, മാക്സിമം യൂട്ടിലിറ്റി കിട്ടുക എന്നതിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വ്യക്തിമാരാണ് വാൾറസ് ആണ്. ദെൻ അദ്ദേഹത്തിന്റെ ഒരു മോഡൽസ് ആണ് എക്സ്ചേഞ്ച്, പ്രൊഡക്ഷൻ, കൺസ്യൂപ്ഷൻ, ക്യാപിറ്റൽ ആൻഡ് മണി. ദെൻ അദ്ദേഹത്തിന്റെ അടുത്തൊരു കോൺട്രിബ്യൂട്ടാണ് ഫ്രീ കോമ്പറ്റീഷൻ മാക്സിമൈസ് സോഷ്യൽ വെൽഫെയർ. അവർ പറയുന്നത് സ്വതന്ത്ര വ്യാപാരം കൊടുക്കുക, അങ്ങനെ എന്ത് ചെയ്യുക, സോഷ്യൽ വെൽഫെയർ മാക്സിമം സോഷ്യൽ വെൽഫെയർ കൊണ്ടുവരിക എന്നതൊക്കെ അദ്ദേഹം അഭിപ്രായപ്പെട്ടതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നുണ്ട് നമ്മുടെ വാൾറസും അതേപോലെ പെരേറ്റോ അല്ലെ, ഇവർ രണ്ടുപേരും ഫോം ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. എന്താണ് ലുസന്ന സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐഡിയ അവര് ഫോം ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ മോഡേൺ മൈക്രോ എക്കണോമിക് തിയറി വാൾറസിന്റെ ആശയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്തായിരുന്നു മോഡേൺ മൈക്രോ എക്കണോമിക് തിയറി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ടേമുകൾ കേട്ടോ, മെയിൻ ആയിട്ടുള്ള ടേമുകൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ മാർജിനലിസ്റ്റ് സ്കൂള്. അതിനെ കുറിച്ച് ചെറിയൊരു നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് മാർജിനലിസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത്. എന്താണ് മാർക്കറ്റ് എ ന്യൂ ഫേസ് ഇൻ എക്കണോമിക് തോട്ട്. നമ്മുടെ എക്കണോമിക് തോട്ടിലെ ഒരു പുതിയ തുടക്കമാണ് മാർജിനലിസ്റ്റ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആശയമുള്ള ആളുകൾ. ഇവര് പറയുന്നുണ്ട് ഈ ഒരു മാർജിനലിസ്റ്റ് സ്കൂളിനെ തന്നെയാണ് മാർജിനൽ റെവല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. മാത്രമല്ല ഇവര് റിജക്ട് ചെയ്യുന്നത് ആരെയാണ്? ക്ലാസിക്കൽ ഐഡിയാസിനെ റിജക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് ആളുകൾ, അതിൽ ഫസ്റ്റ് വൺ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ കാറൽ മെൻഗർ അല്ലെ, അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സബ്ജക്റ്റീവ് വാല്യൂ തിയറി ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ വാണ്ട്സ്. അതായത് വ്യക്തികളുടെ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സബ്ജക്റ്റീവ് വാല്യൂ തിയറി അദ്ദേഹം കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് പറയുന്നത് മെൻഗറിന്റെ ഒരു അഭിപ്രായമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ആശയമാണ് എന്ത്, യൂട്ടിലിറ്റി കനോട്ട് ബി മെഷേർഡ് മാത്തമാറ്റിക്കലി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യൂട്ടിലിറ്റി നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, മാത്തമാറ്റിക്കലി മെഷർ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാട് കൊണ്ടുവന്നിട്ടുള്ളത് മെൻഗർ ആണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓസ്ട്രിയൻ സ്കൂൾ ഫോക്കസ്ഡ് ഓൺ ടൈം, അൺസർട്ടൈനിറ്റി ആൻഡ് സ്പോണ്ടേനിയസ് ഓർഡർ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഗോസൻ എന്ന് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, അതുപോലെ ഇക്വൽ മാർജിനൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് ആശയം. ഇതാണ് നമുക്കൊരു മാർജിനൽ സ്കൂളിന്റെ ഈ ഒരു ഭാഗത്ത് ഏറ്റവും നമുക്ക് ഷോർട്ടായിട്ട് കിട്ടുന്ന ടേമുകൾ.
നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് വില്യം സ്റ്റാൻലി ജുവാൻസ്. അദ്ദേഹം 1835 to 1852 കാലഘട്ടത്തിൽ ഉള്ള ആളാണ്. ദെൻ ഈ ഒരു വ്യക്തി, അതായത് ജവാൻസ്, വാണ്ടഡ് ടു മേക്ക് എക്കണോമിക്സ് എ മാത്തമാറ്റിക്കൽ സയൻസ് അല്ലെ. അദ്ദേഹം ആവശ്യപ്പെട്ടു എക്കണോമിക്സ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ സയൻസ് എന്ന രീതിയിൽ ആക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ആവശ്യം ഉന്നയിച്ചു. അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയായിരുന്നു എന്ത്, അദ്ദേഹത്തിന്റെ പ്രധാന ബുക്ക് ദ തിയറി ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി, എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം 1871 അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ തന്നെയാണ് യൂട്ടിലിറ്റി, അതേപോലെ ഡിസ് യൂട്ടിലിറ്റി പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഈ ഒരു ടേം ഉണ്ട്, എന്ത്, ലേബർ കണ്ടിന്യൂസ് ടിൽ പെയിൻ ദെൻ പ്ലഷർ. ഓക്കെ, അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ ജുവാൻസിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ലോ ആണ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ലേബർ ഈസ് നോട്ട് ദ കോസ് ഓഫ് വാല്യൂ, വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ യൂട്ടിലിറ്റി. അവർ പറയുന്നത് ഒരു സാധനത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ യൂട്ടിലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു സാധനത്തിന്റെ വാല്യൂ എന്നാണ്. നമ്മുടെ വാൾറസ് പണത്തെ കാണുന്നത് മണി ആസ് എ ഡിസൈർഡ് ഗുഡ് എൻഷുറിംഗ് ഫ്യൂച്ചർ സർവീസ് അല്ലെ, ഫ്യൂച്ചർ സർവീസ് ഉറപ്പ് നൽകുന്നതും അതുപോലെ ഒരു ഡിസൈർഡ് ഗുഡ് മേടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ത്, മണി എന്നാണ് വാൾറസിന്റെ കാഴ്ചപ്പാടിൽ പണത്തെ അദ്ദേഹം കാണുന്നത്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് മോഡേൺ മൈക്രോ എക്കണോമിക് തിയറി ആൻഡ് വെൽഫെയർ എക്കണോമിക് തിയറി ബിൽഡ് ഓൺ ഹിസ് ഐഡിയ. അദ്ദേഹത്തിന്റെ ഐഡിയയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള രണ്ട് തിയറി ഉണ്ട്. എന്താണ്, ഒന്ന് മോഡേൺ മൈക്രോ എക്കണോമിക് തിയറി, ഏതാണ് മോഡേൺ മൈക്രോ എക്കണോമിക് തിയറിയും വെൽഫെയർ എക്കണോമിക്കും. ഓക്കെ, അപ്പൊ ഈ രണ്ട് ബിൽഡ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടെന്നാണ്. പിന്നെ നമ്മൾ ഇതിന്റെ ഇടയിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ് ആയിരുന്നു എന്ത്, നമ്മുടെ പാരറ്റോയും അതേപോലെ വാൾറസും കൂടെ കൂടിയിട്ട് ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു സ്കൂൾ ഉണ്ട്, ലുസന്ന സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ലുസന്ന സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കൂൾ. സോ ഇത്രയും കാര്യമാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത്. ദെൻ ഈ ഒരു ഭാഗത്ത് മെയിൻ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് എന്താണ്, മാർജിനൽ റവല്യൂഷൻ ചേഞ്ച് എക്കണോമിക്സ് ഫ്രം ക്ലാസിക്കൽ ടു നിയോ ക്ലാസിക്കൽ അല്ലെ. മാർജിനൽ റവല്യൂഷൻ ചേഞ്ച് ചെയ്തു എക്കണോമിക്സിൽ നിന്ന്, ഫ്രം ഏതിൽ നിന്ന്, ക്ലാസിക്കൽ നിന്ന് നിയോ ക്ലാസിക്കലോട്ട് ചേഞ്ച് ചെയ്തു. ദെൻ ഫോക്കസ് ചെയ്യുന്നത് ലേബർ വാല്യൂ ആണ്, ലേബർ വാല്യൂവിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലേബർ വാല്യൂവിൽ നിന്ന് ഫോക്കസ് ചെയ്യുന്നത് ഏതിലേക്കാണ്, യൂട്ടിലിറ്റി അതുപോലെ ഡിമാൻഡ് അല്ലെ. ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞത് ലേബർ വാല്യൂക്കാണ് ഇമ്പോർട്ടൻസ്. ദെൻ ഈ ഒരു ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ പറയുന്നത് യൂട്ടിലിറ്റിക്കും ഡിമാൻഡിനുമാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ. ദെൻ മെൻഗറിന്റെ ആണ് സബ്ജക്റ്റീവ് വാല്യൂ, ജോവൻസിൻ്റെതാണ് മാത്തമാറ്റിക്കൽ യൂട്ടിലിറ്റി അല്ലെ. മാത്തമാറ്റിക്കൽ യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ വാൾറസിന്റെ ആണ് ജനറൽ ഇക്വലിബ്രിയം അല്ലെ, മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ ഇക്വലിബ്രിയത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്, വാൾറസ് ആണ്. ദെൻ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തിന്റെയും ഒരു എയിം എന്ന് പറയുന്നത് മാക്സിമം സാറ്റിസ്ഫിക്കേഷൻ ആൻഡ് എക്കണോമിക് എഫിഷ്യൻസി ത്രൂ ഫ്രീ മാർക്കറ്റ്. ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്. എന്താണ്, മാക്സിമം സാറ്റിസ്ഫിക്കേഷൻ അതേപോലെ ആൻഡ് എക്കണോമിക് എഫിഷ്യൻസി. ഓക്കെ, എക്കണോമിക് എഫിഷ്യൻസി അതും ഏതിലൂടെ, ഫ്രീ മാർക്കറ്റിലൂടെ നേടുക എന്നതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് യൂട്ടിലിറ്റി എന്താ നോക്കണം. അപ്പൊ യൂട്ടിലിറ്റി നമ്മൾ പറഞ്ഞു, മാക്സിമം നമുക്ക് കിട്ടുന്ന ആനന്ദം അല്ലെങ്കിൽ സന്തോഷം, ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം, സന്തോഷം, ഇതിനെ അടിസ്ഥാനമാക്കിയാണ് യൂട്ടിലിറ്റി വരുന്നത്. ഇനി മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതുപോലെ അത് എത്രത്തോളം നമ്മൾ സാധനം തന്നെ കൺസ്യൂം ചെയ്യുന്നോ അതിന്റെ യൂട്ടിലിറ്റി കുറയും, അതിനെയാണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മാർജിനൽ വിപ്ലവത്തെ, ഈ ഒരു മാർജിനൽ റവല്യൂഷനെ 3 ഘട്ടമാക്കിയിട്ട് മാറ്റി. ആ 3 ഘട്ടത്തിലുള്ള ആളുകളും അതേപോലെ അവര് എന്തൊക്കെ വികസിപ്പിച്ചത്, ഡെവലപ്പ് ചെയ്തതെന്നും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നമ്മൾ ഇക്വിലിബ്രിയത്തിന്റെ കാര്യം പറഞ്ഞു അല്ലെ. അതായത് എന്താ പറയാ, വിലയും അളവുകളും ഒരേ സമയം നിർണ്ണയിക്കപ്പെടുന്ന മൂല്യസമാഹാരമാണ് എന്തെന്ന് പറയുന്നത്, തുല്യത അല്ലെങ്കിൽ ഇക്വിലിബ്രിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് മാർജിനൽ യൂട്ടിലിറ്റി പറഞ്ഞു. ദെൻ ഗൂസിന്റെ നിയമങ്ങൾ, കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടായിട്ട് ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതിലെ ഒരു ഷോർട്ടായിട്ട് എന്തൊക്കെ പഠിക്കാനുള്ളതും അതിൽ ഏറ്റവും ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മളിപ്പോ പറയുന്നുള്ളൂ. ഓക്കെ, ദെൻ ഗൂസിന്റെ എന്താ പറയാ 3 നിയമങ്ങൾ പറയുന്നുണ്ട്. ദെൻ പിന്നെ നമുക്ക് നോക്കാനുള്ളത്
കാൾ മെങ്കറുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താ ഒരു ഗുഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഒരു സാധനം എന്ന് പറയുന്നത് ഗുഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, അതിനെ പറയാൻ 4 വ്യവസ്ഥകൾ പറയുന്നുണ്ട്. ഒന്ന്, ആ വസ്തുവിനുള്ള മനുഷ്യ ആവശ്യകത, ആ ഒരു വസ്തുവിന് മനുഷ്യന്മാർക്ക് ആവശ്യകത ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് പറയുന്നത് ആ വസ്തുവിന് ആ ആവശ്യകത നിറവേറ്റാനുള്ള കഴിവ്, ആ ആവശ്യം നിറവേറ്റാനുള്ള കഴിവുണ്ടായിരിക്കണം. ദെൻ മൂന്നാമത് പറയുന്നത് മനുഷ്യന്മാർക്ക് ആ ഒരു റിലേഷനെ കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് പറയുന്നത് ആ ഒരു വസ്തുവിനെ നിയന്ത്രിക്കാനോ ഉപയോഗിക്കാം, ഒന്നെങ്കിൽ അത് നിയന്ത്രിക്കാൻ കഴിയണം, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയണം. അപ്പൊ ഇത്രയും 4 കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് ഒരു നല്ലൊരു ഗുഡ് ആവുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതൊക്കെ പറയുന്നത് നമ്മുടെ ഏത് ഭാഗത്താണ്, കാരൽ മെങ്കറിന്റെ ഏത് ഭാഗത്താണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്താ പറയുക, ഒരു വസ്തുവിന് മൂല്യം ഉണ്ടാകുന്നത്, അതായത് ഒരു വസ്തുവിന്റെ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ സ്വഭാവം കൊണ്ടല്ല, മറിച്ച് അത് മനുഷ്യന്റെ ആവശ്യവുമായി ബന്ധപ്പെടുന്ന രീതികൾ, എത്രത്തോളമാണ് മനുഷ്യന്മാർക്ക് ആ ഒരു സാധനത്തിന്റെ ആവശ്യം വരുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് എന്ന് പറയുന്നത്, ആ ഒരു സാധനത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇതിനാണ് ഓസ്ട്രിയൻ സ്കൂളിന്റെ സബ്ജക്റ്റീവ് വാല്യൂ തിയറി, സബ്ജക്റ്റീവ് വാല്യൂ തിയറിയുടെ ഒരു ബേസ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഇതില് മങ്കർ എന്ത് ചെയ്യുന്നുണ്ട്, യൂട്ടിലിറ്റിയുടെ അളവിനെ, അതായത് കാർഡൽ മെഷർമെന്റിനെ നിരസിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം പറയുന്നത് ഒരു വസ്തു കൂടുതൽ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അത് കുറവായിട്ടുള്ള ആവശ്യങ്ങൾ മാത്രമേ നിറവേറ്റൂ എന്ന് പറഞ്ഞു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ കുറയുന്ന, അതായത് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് അദ്ദേഹത്തിന്റെ ഒരു തിയറിയാണ് തിയറി ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, തിയറി ഓഫ് പ്രൊഡക്ഷന്. നെക്സ്റ്റ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് തിയറി ഓഫ് ഇംപ്യൂട്ടേഷൻ. ഓക്കെ, എന്താണ് ഇംപ്യൂട്ടേഷൻ? അതായത് നമ്മുടെ ഉൽപാദന ഘടകങ്ങൾ ഉണ്ടാവില്ല, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇതിന്റെ മൂല്യം അവ നിർമ്മിക്കുന്ന ഫൈനൽ ഗുഡ്സ്, അതായത് അന്തിമ വസ്തുക്കളുടെ മൂല്യത്തിൽ നിന്ന് നിഗമനം ചെയ്യപ്പെടുന്നു. സോ ഇതാണ് ക്ലാസിക്കൽ ചിന്താഗതിയുടെ ഒരു ഓപ്പോസിറ്റ് ദിശയാണ് ഇത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് അദ്ദേഹത്തിന്റെ തന്നെ ഒരു വില നിർണയം സംബന്ധിച്ചിട്ടുള്ള മെങ്കറിന്റെ വിശദീകരണം ഒരു ഡിഫറെന്റ് ആയിരുന്നു. അതിൽ അദ്ദേഹം വ്യക്തികൾ തമ്മിലുള്ള കൈമാറ്റം, അല്ലെ, വ്യക്തികൾ തമ്മിലുള്ള എക്സ്ചേഞ്ച് മുതൽ ആരംഭിച്ച് പിന്നീട് ഒരു മൊണോപ്പൊളി അല്ലെങ്കിൽ ഒരു ഒളിഗോപ്പൊളി, ഈ ഒരു പ്യുവർ കോമ്പറ്റീഷൻ വരെ എത്തുന്ന ഒരു ഭാഗത്തെ കുറിച്ച് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് പറയുന്നത്, അങ്ങനെ മങ്കറിന്റെ കുറച്ച് എന്താ പറയാ കോൺട്രിബ്യൂഷൻസ് പറയുന്നുണ്ട്. അതിൽ ലോ ഓഫ് ഡിമാൻഡ് എന്താ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ യൂട്ടിലിറ്റി വാല്യൂ, ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് നോക്കാനുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു വാട്ടർ ഡയമണ്ട് പാരഡോക്സ് ഉണ്ട്. അതായത് നമുക്ക് എന്താ പറയാ ഈ ഒരു വാട്ടർ ഡയമണ്ട് പാരഡോക്സിനെ അദ്ദേഹം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം വാട്ടർ, അതായത് വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ അത്യാവശ്യം നമുക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു സാധനമാണ്, ഒരു റിസോഴ്സ് ആണ്, എന്തെന്ന് പറയാ ഒരു സ്രോതസ്സാണ് വെള്ളം എന്ന് പറയുന്നത്. എന്നാൽ അതുപോലെ നമുക്ക് എല്ലായിടത്തും നമുക്ക് മണ്ണ് കുഴിച്ചാലേ നമുക്ക് വജ്രം കിട്ടുമോ? ഇല്ലല്ലോ. നമുക്ക് കുഴിച്ചാൽ വെള്ളം കിട്ടുന്നുണ്ട്, അധിക സ്ഥലങ്ങളിലും കിട്ടും, പക്ഷെ വജ്രം നമുക്ക് എല്ലാ ഭാഗത്തും നമുക്കത് കിട്ടില്ല. സോ അതാണ് പറയുന്നത്. അതുകൊണ്ട് അത് അപൂർവമാണ്, സ്കേഴ്സിറ്റി ആണ്, ഭയങ്കര അളവ് കുറവാണ്, സ്കേഴ്സിറ്റി അനുഭവപ്പെടുന്ന സാധനമാണ് വജ്രം എന്ന് പറയുന്നത്, അല്ലെ. ഓക്കെ, അപ്പം അത് സ്കേഴ്സിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതിന്റെ സ്കേഴ്സിറ്റി ഉള്ള സാധനത്തിന് മാർജിനൽ യൂട്ടിലിറ്റി വളരെ കൂടുതലാണ്. ഇതാണ് ഇവിടത്തെ പോയിന്റ്. ദെൻ നെക്സ്റ്റ് നമുക്ക് പിന്നെ നമ്മൾ നോക്കിയിട്ടുള്ളത് വില്യം സ്റ്റാൻലി ജെവൺസിന്റെ ആണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ബുക്കായിരുന്നു ദ തിയറി ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി. ദെൻ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത്. ദെൻ അദ്ദേഹത്തിന്റെ ജെവൺസിന്റെ ഇതിലാണ് യൂട്ടിലിറ്റി ഡിസ്യൂട്ടിലിറ്റി പ്രിൻസിപ്പിൾ വരുന്നുണ്ട്, അദ്ദേഹം അവതരിപ്പിച്ചതാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താ പറയാ, ലേബർ ഈസ് നോട്ട് ദ കോസ് ഓഫ് വാല്യൂ. ഒരു സാധനത്തിന്റെ വാല്യൂവിന് കാരണം എന്തല്ല, ലേബർ അല്ല. ഓക്കെ, ദെൻ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു വസ്തുവിന്റെ യൂട്ടിലിറ്റിയിലാണ് എന്നൊക്കെ പറഞ്ഞു. ദെൻ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു കാര്യമാണ് മോണിറ്ററി തിയറി, അതുപോലെ ബിസിനസ് സൈക്കിൾ തിയറി. ദെൻ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ലിയോൺ വാൾറസ് ആണ്. അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കൃതിയായിരുന്നു എലമെന്റ്സ് ഓഫ് പ്യുവർ എക്കണോമിക്സ്.
അതുപോലെ അതിലൂടെ എന്താണ് ജനറൽ ഇക്വിലിബ്രിയം തിയറിയും അദ്ദേഹം അവതരിപ്പിച്ചു. ദെൻ ഈ ഒരു കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ദെൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ് വില പ്രൈസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അണ്ടർ ഫ്രീ കോമ്പറ്റീഷൻ. ഓക്കെ, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. ദെൻ അദ്ദേഹം he saw money as a desired good ensuring future services. ദെൻ ഇത്രയും കാര്യം നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കാനുള്ളത്. അപ്പോൾ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയും അതേപോലെ മാർജിനൽ പ്രിൻസിപ്പിൾ എന്നതൊക്കെ കൊണ്ടുവരുന്നത് ഗൂസൻ ആണ്, ഓർത്ത് വെക്കുക. ദെൻ പിന്നെ ലോ ഓഫ് ഡിമാൻഡ്, അതായത് മാർജിനൽ സിദ്ധാന്തം വിലയും ആവശ്യവും ഇടയിൽ ഉള്ള ഒരു ബന്ധം വിശദീകരിച്ചു. അതാണ് ലോ ഓഫ് ഡിമാൻഡ്, അതായത് പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ഒരു റിലേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെയാണ് ലോ ഓഫ് ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് യൂണിറ്റ് 1 നോക്കാനുള്ളത്. അപ്പൊ നമ്മൾ നോട്ട് ഉണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നമസ്കാരം.